കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളികളുടെ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഞാൻ ഗൗരി. എനിക്ക് എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, ഒരു ചേച്ചിയുണ്ട്. സത്യസന്ധമായിട്ടൊരു ചോദ്യത്തിന് ഉത്തരം പറയണം. പണ്ടത്തെ ഉപ്പുമുളകുകൾ കൃത്യമായി കാണാറുണ്ടായിരുന്ന ഒരാളാണോ? ഇല്ല, ഞാൻ അങ്ങനെ അധികം കാണുന്ന ആളല്ലായിരുന്നു. അപ്പൊ ചെയ്തു കഴിഞ്ഞപ്പോ അടുത്ത ദിവസമൊക്കെ ആയപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ്, ഗൗരി ഉപ്പുമുളകിൽ അങ്ങനെ. അത് കഴിഞ്ഞ് പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ എല്ലാരും റെക്കഗ്നൈസ് ചെയ്യുന്നു. ഞാൻ ഇത്ര വലിയ സംഭവമായിരുന്നു അറിയില്ല. ഇനി ഈ ഉപ്പുമുളകും സീരിയൽ അഭിനയത്തിന് അപ്പുറത്തേക്ക് ഗൗരി ഒരു ഭയങ്കര അഡ്വഞ്ചറസ് റൈഡർ ആണെന്നൊക്കെ ഞാൻ കേട്ടല്ലോ, ഉള്ളതാണോ? റൈഡറൊന്നും ഇല്ല, പരിപാടി ഇഷ്ടമാണ്. വീട്ടിൽ അച്ഛനും ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അച്ഛൻ പഠിപ്പിച്ചു തന്നില്ല. അച്ഛൻ പഠിപ്പിച്ചു തന്നില്ല, അതുകൊണ്ട് വാശിക്ക് പഠിച്ചു. അച്ഛന്റെ പുതിയ വണ്ടിയായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു, വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിന്നെ അവിടെ ഇട്ട് അടിക്കുമെന്ന് പറഞ്ഞു. ഗൗരിയോടുള്ള കുറെ കള്ള കാമുകന്മാരും ഗൗരിയുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടെ ഇങ്ങനെ വരകുന്നുണ്ടാവുമല്ലോ, ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും പേഴ്സണൽ ആയിട്ട് റിക്വസ്റ്റ് മെസ്സേജ് ഒക്കെ കിടക്കും. നമ്മളെയാണല്ലോ മച്ചമ്പി, പ്രായത്തിന്റെയാണ് പറഞ്ഞത്. പോയാലോ? അതെ അതെ അവരുടെ അച്ഛനിങ്ങനെ ഭയങ്കരമായിട്ടും സിനിമ അഡിക്റ്റ് ആണ്. എന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആണ്, സർജറി ആണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം സർജറി ആണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുക. അപ്പൊ അമ്മ ഇങ്ങനെ സർജറിയുടെ കഥയൊക്കെ പറയുന്നു. നാളെ അച്ഛൻ, ചേട്ടാ എനിക്ക് പേടിയാണ്, ഇങ്ങനത്തെ പരിപാടി പറഞ്ഞെടുക്കുന്നത്. അച്ഛൻ ഇതൊന്നും അറിയുന്നത് സിനിമ തീർന്നതിന് ശേഷം അമ്മയോട് ചോദിക്കുന്നത് ഇത്ര നേരം എന്താ പറഞ്ഞത്. അങ്ങനെ അത്രയ്ക്ക് അഡിക്റ്റ് ആണ് അച്ഛൻ. UPSC മോഹങ്ങളുണ്ടായി, സിവിൽ സർവീസ് എഴുതി കളക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അച്ഛൻ എന്തെങ്കിലും ആവണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സിവിൽ സർവന്റ് ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 18 hours ഒക്കെ ഒരു ദിവസം പഠിക്കൂലേ, അതൊക്കെ കൊറേ സമയം ഇരുന്ന് പഠിക്കുമായിരുന്നു. ഇനി എന്താ ഉള്ളിലുള്ള ഒരു ഭയങ്കര മോഹം? ഞാൻ ഒന്നാമത്തെ കാര്യം, ഇത് ടെലികാസ്റ്റ് ആകുമ്പോ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാരും പറയും, ഓ അവള് തള്ളുന്നു പറയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം പുറത്ത് പറഞ്ഞത് നടക്കൂല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആട്ടോ, ഞാനും പറയൂല. ഞാൻ ആദ്യം ചോദിച്ചു, ചേട്ടാ ഈ സിനിമ ചെയ്യാൻ പറ്റുമോ എന്നാ. എനിക്കറിയില്ല, കാരണം എന്റെ വീട്ടുകാർക്ക് ഇതിനെ പറ്റി വലിയ ഇതില്ല. സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ആരായിരിക്കും ആദ്യം? ലാലേട്ടൻ. ഞാൻ വേറെ ഒന്നും പറയില്ല. ഒരു സിനിമ അഭിനയിക്കണം എന്ന് എനിക്ക് ഉള്ളിലൊരു മോഹം വന്നത് ലാലേട്ടന്റെ അഭിനയം കണ്ടിട്ടാണ്. ഇനി ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനായി ടെൻഷൻ അടിക്കേണ്ട. SMET, ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ എഡ്യൂക്കേഷണൽ എൻക്വയറീസ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മലയാളികളുടെ സെൻസേഷനായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇന്ന് എൻ്റെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. ഉപ്പും മുളകും എന്ന് പറയുന്ന സിറ്റ്കോമിലൂടെ നിങ്ങളുടെയൊക്കെ മനസ്സ് കീഴടക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുട്ടുമാമന്റെ സ്വന്തം ഗൗരിക്കുട്ടി. ഗൗരി, വെൽക്കം ടു ദ ഷോ. യഥാർത്ഥ പേര് ഗൗരി ഉണ്ണിമായ എന്നാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ഈ ഗൗരി ഉണ്ണിമായ രണ്ട് പേരുകൾ? ഉണ്ണിമായ കുഞ്ഞിലത്തെ പേര്, ഗൗരി ഇപ്പോഴത്തെ പേര് ആണ്. വീട്ടിൽ കുഞ്ഞിലത്തെ പേരല്ല കേട്ടോ, വീട്ടിൽ വിളിക്കുന്ന പേരാണ്. ആണ്. എങ്ങനെയാ ശരിക്കും ഉപ്പുമുളകിലേക്ക് വന്നു വിട്ടത്? ഉപ്പുമുളക് ഞാൻ ചെയ്ത സെക്കൻഡ് മൂവി മുറ എന്ന് പറഞ്ഞ മൂവി ഉണ്ടായിരുന്നു. അപ്പൊ ആ മൂവിന്റെ റൈറ്ററാണ് ഉപ്പുമുളകിന്റെ റൈറ്റർ. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഓഡിഷൻ ഉണ്ട്, അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അത് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓഡിഷൻ രാവിലെ കഴിഞ്ഞു, വൈകുന്നേരം വിളിച്ചു പറഞ്ഞു നാളെ മുതൽ ഷൂട്ടാണ്. അതെ, എന്താ ഓഡീഷന് ചെയ്യിച്ചേ? അത് കുട്ടുമാമൻ ശ്രീകുട്ടൻ, പുള്ളിക്കാരൻ ഗൾഫിൽ നിന്ന് വരികയാണ്. അപ്പം ഒരുപാട് വർഷമായിട്ട് ഗൾഫിലായിരുന്നു. അപ്പൊ തിരിച്ചു വരികയായിരുന്നു. അപ്പൊ കൂടെ വരുമ്പോ വൈഫുണ്ട്, ആരും അറിയാതെ കല്യാണം കഴിച്ചതാ. അപ്പൊ ഗൾഫിൽ നിന്ന് അടിച്ചോണ്ട് വന്ന ഭാര്യയാണ്. അതെ, പക്ഷെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ ആരും അക്സെപ്റ്റ് ചെയ്യില്ല വീട്ടുകാർ. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും? ഗൗരി എല്ലാം ഓക്കെ ആണ്, നാളെ തൊട്ട് നമ്മുടെ ഷൂട്ട് തുടങ്ങാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് മനസ്സിലൂടെ കടന്നു പോയത്? ലഡ്ഡു പൊട്ടിയോ അതോ കിളി പറന്നോ, എന്തായിരുന്നു? ഓഫീസിൽ എന്ത് പറയുമെന്നായിരുന്നു. വർക്ക് ചെയ്യുന്ന ആളാണോ? വർക്ക് ചെയ്യുമായിരുന്നു, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ആണോ? ഓൾമോസ്റ്റ് ഞാൻ പ്രൊബേഷൻ പീരീഡിലായിരുന്നു. അപ്പൊ ഓൾമോസ്റ്റ് 3 months ലീവ് എടുത്തിട്ട് ഞാൻ വേറെ ഒരു പരിപാടിക്ക് പോയേക്കുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ജോയിൻ ചെയ്ത് 2 weeks ആയപ്പോ ഇതിൽ ഓഡിഷൻ വന്നേ. അപ്പൊ ഞാൻ അവിടെ കള്ളം പറഞ്ഞാണ് ഓഡിഷന് വരുന്നത്. അപ്പൊ നാളെ ഒരു കയറണം പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ലീവ് പറയാൻ പറ്റില്ല. അപ്പൊ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ കേട്ടൊന്നും പറയല്ലേ. ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു അമ്മൂമ്മ മരിച്ചു. 3 ദിവസം ആണ് ആദ്യം എന്നോട് ഷൂട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അമ്മൂമ്മ മരിച്ചു, എനിക്ക് 3 days ഒന്ന് ലീവ് തരണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോ ഇവര് പറഞ്ഞു 15 ദിവസം ഉണ്ടാവും. അപ്പൊ ഞാൻ വിളിച്ചോണ്ട്, ചേട്ടാ ഞാൻ റിസൈൻ ചെയ്യാണ്, എനിക്കിനി വരാൻ പറ്റില്ല, ഇതുപോലെ ഷൂട്ട് തുടങ്ങി പറഞ്ഞു. ഇങ്ങനെ സീരിയലിൽ അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ ഇത്ര അക്സെപ്റ്റ് ചെയ്യും, ഇത്രമാത്രം ഇങ്ങനെ ആളുകളുടെ ഇടയിലേക്ക് എത്തും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു? സത്യം പറഞ്ഞ ഉപ്പുമുളകിന് ഇത്ര ഫാൻ ബേസ് ഉണ്ടായിരിക്കുന്ന പോലും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ആണല്ലേ? ഞാൻ അങ്ങനെ അധികം കാണുന്ന ആളല്ലായിരുന്നു. അപ്പൊ
ഇത് വന്ന് ചെയ്തു കഴിഞ്ഞപ്പോ അടുത്ത ദിവസമൊക്കെ ആയപ്പോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ മെസ്സേജ് ഗൗരി ഉപ്പുമുളകിലും അങ്ങനെ അത് കഴിഞ്ഞ് പുറത്തൊക്കെ പോകുമ്പോ ഇങ്ങനെ എല്ലാരും റെക്കഗ്നൈസ് ചെയ്യുന്നു. ഞാൻ ഇത്ര വലിയ സംഭവമായിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. സത്യസന്ധമായിട്ടൊരു ചോദ്യത്തിന് ഉത്തരം പറയണം. പണ്ടത്തെ ഉപ്പുമുളകുകൾ കൃത്യമായി കാണാറുണ്ടായിരുന്ന ഒരാളാണോ? ഇല്ല. ആണോ? സത്യമായിട്ടില്ല. ഞാൻ ഫസ്റ്റ് സീസൺ കുറച്ച് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫോണിൽ അങ്ങനെ നമ്മള് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഞാൻ യൂട്യൂബിൽ അങ്ങനെ അധികം കാണാറില്ലായിരുന്നു. സത്യസന്ധമായി പറഞ്ഞതാണ്. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാ എപ്പിസോഡും മുടങ്ങാതെ കാണും. സ്വന്തം അഭിനയം കാണുമ്പോ എന്താ തോന്നാറുള്ളത്? എനിക്ക് ആരുടെ ഒപ്പം ഇരുന്ന് കാണുമ്പോ ചമ്മല. ആരെങ്കിലും കൂടെ ഉള്ളപ്പോ ഞാൻ ഒറ്റയ്ക്ക് അത് ഞാൻ എന്ത് ചെയ്താലും അങ്ങനെയാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് കണ്ട് സാറ്റിസ്ഫൈഡ് ആവണം. എന്നിട്ട് ഞാൻ ആർക്കെങ്കിലും കാണാൻ വേണ്ടിട്ട് എന്റെ അടുത്തിരുന്ന് കൊടുക്കത്തുള്ളൂ. വീട്ടുകാരുടെ ഒരു പ്രതികരണം എന്തായിരുന്നു? അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ വീട്ടിലാണ് ചോദിച്ചത് ഞാൻ ഇതിൽ പോകണം, കാരണം എനിക്ക് സിനിമ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. അത് മാത്രം ചെയ്യണം എന്നൊരു ആഗ്രഹമായിരുന്നു. സിറ്റ്കോം എൻ്റെ ലിസ്റ്റിലേ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ ചോദിച്ചു ശരിയാവോ ചെയ്ത സിറ്റ്കോം ആണ് ഞാൻ ചെയ്താൽ ശരിയാവോ അങ്ങനെ ചോദിച്ചു. അപ്പൊ അനീത്തി പറഞ്ഞു ഇടി പോ നല്ലതാ നിനക്ക് അടിപൊളിയാന്ന് പറഞ്ഞു. അമ്മ അച്ഛനും പറഞ്ഞു പോയി ചെയ്യും ഒന്നും നോക്കണ്ട പറഞ്ഞു. ഗൗരിയെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ആളുകളൊക്കെ സ്വീകരിക്കുന്നുണ്ട്, ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഗൗരിയോടുള്ള കുറെ കള്ള കാമുകന്മാരും ഗൗരിയുടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കൂടെ ഇങ്ങനെ വരകുന്നുണ്ടാവുമല്ലോ, ഉണ്ടോ? അങ്ങനെയൊന്നും എല്ലാരും പേഴ്സണൽ ആയിട്ട് റിക്വസ്റ്റ് മെസ്സേജ് ഒക്കെ കിടക്കും. പ്രായത്തിന്റെയാണ് അവരുടെ. അതെ അതെ അവരുടെ അല്ലെ. എന്നാലും ഏതെങ്കിലും ചില മെസ്സേജുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? കല്യാണം കഴിക്കാൻ കല്യാണം നോക്കുവാണെങ്കിൽ പറയണേന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും. ആണല്ലേ? അവരുടെ പ്രായത്തിന്റെയാണ്. ഇനി ഏതെങ്കിലും ഒരെണ്ണത്തിന് ഇങ്ങനെ മറുപടി കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെയുള്ള മെസ്സേജുകൾക്ക്? ഒരെണ്ണം പോലും മറുപടി കൊടുത്ത് ഗൈസ് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചോ, ഇതൊക്കെ കുട്ടി കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നിനും മറുപടി വന്നിട്ടില്ല. അത് ഒരു മെസ്സേജ് അയച്ചാൽ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അവരെ മെസ്സേജ് പിന്നെ അയക്കണം. അത് ശരിയാ, താല്പര്യമില്ല. പക്ഷെ എന്നാലും ഗൗരിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്, എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊക്കെ അറിയാനുള്ള എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും. ഒന്ന് പറയാവോ? ഞാൻ ഗൗരി, എനിക്ക് എന്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, അപ്പാപ്പൻ, പിന്നെ എനിക്കൊരു ചേച്ചിയുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇത്രയും പേരാണ്. അവരൊക്കെ എന്താ ചെയ്യുന്നത്? അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ ബിസിനസ് ആണ്, അമ്മ ബ്യൂട്ടീഷ്യനാണ്, അനിയത്തി ഫാഷൻ ടെക്നോളജി ഗുജറാത്തിൽ ചെയ്യുന്നു, പിന്നെ അപ്പാപ്പൻ കൃഷി അങ്ങനെയൊക്കെ പരിപാടി. ചേച്ചി കല്യാണം കഴിഞ്ഞു, ഇപ്പൊ കരുനാഗപ്പള്ളിയിലാണ്. ചേച്ചി ഇപ്പൊ വളരെ വേറൊരു ഫാമിലിയിലാണല്ലോ. അപ്പൊ അവിടുത്തെ ആൾക്കാരൊക്കെ ഈ സീരിയലൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞേ? ചേച്ചി പറഞ്ഞ എൻ്റെ അച്ഛൻ്റെ ഫസ്റ്റ് മാരേജിലെ ചേച്ചിയാ, അങ്ങനത്തെ ചേച്ചി. അപ്പോൾ അവര് ഞങ്ങളെ കൂടെ അല്ലേ, സെപ്പറേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവരെ ഫാമിലി ലൈക്ക് അങ്ങനെ അവര് ഭയങ്കര സെപ്പറേറ്റഡ് ആണല്ലോ. അപ്പോഴത്തേക്ക് അവര് ഇതൊക്കെ കണ്ടിട്ട് എന്നെ വിളിച്ചു പറയുമ്പോൾ എനിക്ക് സന്തോഷം കുറച്ച് കൂടുതൽ ഭയങ്കര സന്തോഷം. ഇനി വേറൊരു വളരെ ഞെട്ടിക്കുന്ന സത്യം ഞാൻ അറിഞ്ഞു. അതായത് നമ്മൾ ഈ സിനിമ സീരിയലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ എപ്പോഴും നന്നായിട്ടൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ അറിയുന്ന ആൾക്കാരായിരിക്കും. കുട്ടിക്ക് മേക്കപ്പ് താല്പര്യമില്ല, കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാനും അറിയില്ല അല്ലേ? ചെയ്യാൻ അറിയാത്തതാണ് ഏറ്റവും ഫസ്റ്റ് കാര്യം. അതെ സത്യം. അമ്മ ബ്യൂട്ടീഷ്യനും കൂടെയാണ് അല്ലേ? സാധാരണ അപ്പൊ നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയി, അമ്മ കുഞ്ഞിലേ തൊട്ട് നമ്മൾ കാണുന്നത് ഇതൊക്കെ ചെയ്യുന്നതാണല്ലോ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പോയി ലിപ്സ്റ്റിക് ഇടുക, കണ്ണെഴുതി നോക്കുക, അങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളൊന്നും ചെയ്തിട്ടില്ലേ? ലിപ്സ്റ്റിക് ഞാനൊരു ഇപ്പൊ കുറച്ചാളായിട്ട് ഇടാൻ അത്യാവശ്യം പഠിച്ചു എന്റെ വിശ്വാസം. കണ്ണെഴുതാൻ എനിക്ക് അറിയില്ല. ഞാൻ ആദ്യം കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കോളേജിൽ ഷോ കാണിക്കാൻ വേണ്ടി വരയ്ക്കണം വിചാരിച്ച് വീട്ടിൽ നിന്ന് അനിയത്തിയ എനിക്ക് പഠിപ്പിച്ചിരുന്നു. ആദ്യം ഇങ്ങനെ മുകളിൽ താഴത്തെ എഴുതാൻ അറിയാം, ഇങ്ങനെ മുകളിൽ എഴുതാൻ എനിക്ക് അറിയില്ല. അപ്പൊ അവൾ എനിക്ക് പഠിപ്പിച്ചു തന്നു. ആദ്യത്തെ ഒരാഴ്ച ഞാൻ കോളേജിൽ പോയപ്പോ കുറേ ടൈം എടുത്ത് വരച്ചു. അത് കഴിഞ്ഞപ്പോ എനിക്ക് മൂന്ന് റൂംമേറ്റ്സ് ഉണ്ട്. അവർ അടിപൊളിയായിട്ട് എഴുതും. 3 പേരുണ്ട്, അടിപൊളിയായിട്ട് എഴുതും. അപ്പൊ ഞാൻ അവരെന്ന് പറഞ്ഞ ചേച്ചി ഒന്ന് വരച്ചു തരുമോ എന്നൊക്കെ ചോദിക്കും. എന്നെക്കാളും കുറച്ച് എൽഡേഴ്സാ. അപ്പൊ ഞാൻ വരച്ചു തരുമോ ചോദിക്കും. അവര് വരച്ചിരുന്നു. പിന്നെ ഞാൻ പിന്നെ പഠിച്ചു. അത് കഴിഞ്ഞ് ഇപ്പൊ പഠിച്ചോ? ഇല്ല, ഇപ്പോഴും പഠിച്ചില്ലല്ലേ? പക്ഷെ നമ്മൾ നോക്കുമ്പോ നല്ല ഭംഗിയായിട്ട് കണ്ണൊക്കെ എഴുതിയിരിക്കണ്ട. ഇത് എവിടെന്നാ? അത് ഉപ്പുമുളകിലെ മേക്കപ്പ്. ഈ ഉപ്പുമുളകിലെ അഭിനയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിയലിസ്റ്റിക് ആണല്ലോ. അതായത് നമ്മളിങ്ങനെ പഠിച്ച് ഡയലോഗ്സ് പഠിച്ച് അങ്ങനെയൊന്നും അല്ലല്ലോ അല്ലേ? ഭയങ്കര പെട്ടെന്ന് നമുക്ക് വരുന്ന സിറ്റുവേഷണൽ ആയിട്ടുള്ള ഡയലോഗുകളാണ്. സ്ക്രിപ്റ്റ് ഉണ്ട്. ഓ അത് ശരി. അപ്പൊ ഡയലോഗ് പഠിച്ചിട്ട് തന്നെയാണ് പറയാറുള്ളത്? ഒരു 2-3 റൗണ്ട് ഇങ്ങനെ പറഞ്ഞു തരും. നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുത്ത്, അതിനുള്ള സമയമൊന്നും ഉണ്ടാവില്ല, വായിക്കും. ആ ഡയലോഗ് നമുക്ക് 3 പ്രാവശ്യം വായിക്കാൻ നമ്മൾ പഠിക്കണം. അതാണ് ടാസ്ക്. അത് പഠിക്കാൻ കയറുക, അത്രേ ഉള്ളൂ. പക്ഷെ സ്ക്രിപ്റ്റഡ് ആണ്. ആണോ? ആദ്യത്തെ തവണയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് 3 തവണ വായിച്ചിട്ട് പെർഫോം ചെയ്തോളാൻ പറഞ്ഞപ്പോഴത്തേക്കും എന്തായിരുന്നു അവസ്ഥ? നല്ല ടെൻഷനായിരുന്നു. ഞാൻ ആദ്യത്തെ നമ്മളിങ്ങനെ ടേബിളിൽ നിന്ന് എല്ലാവരും വായിക്കും. അത് 2 പ്രാവശ്യമൊക്കെ വായിച്ചിട്ട് എല്ലാവരും കയറുമ്പോൾ 2 പ്രാവശ്യം വേറെ ബാലുചേട്ടനൊക്കെ ഒരുപാട് ഡയലോഗ്സ് ഉണ്ടെങ്കിൽ നമ്മളൊരു 5 ടൈംസ് ഒക്കെ പോവും. അത് കഴിഞ്ഞിട്ട് വായിച്ചിട്ട് കയറും. ഇതിപ്പോ എനിക്ക് വന്ന എപ്പിസോഡില് വേറൊരു ഭവാനി അമ്മയ്ക്കും എനിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ ഡയലോഗ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ അവരിങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ചേട്ടാ
ഞാൻ പഠിച്ചില്ല അങ്ങനെ. പിന്നെ ഫോണിൽ ഫോട്ടോ എടുത്തിട്ട് ഞാനിങ്ങനെ വായിച്ച ഓക്കെ ഗൗരി ഇതാണ് 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 ഇങ്ങനെ നോക്കി വെക്കും. കാരണം നമ്മൾ പറയുന്ന ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ലൈനോ ആയിരിക്കും നെക്സ്റ്റ് അവർക്ക് അതിൽ കയറി പിടിക്കാനുള്ളതല്ലേ. അപ്പൊ നമ്മൾ അത് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് പിടിക്കാമല്ലോ. നമ്മള് കാരണം പിന്നെ ലാഗ് വരണമല്ലോ, വരേണ്ടി വരും. ഞാൻ പിന്നെ ഇതൊന്നും പഠിച്ചു. ഇപ്പം പിന്നെ യൂസ്ഡ് ആയിട്ടോ, ഇപ്പം കുഴപ്പമില്ല. ഇനി ഒന്ന് ഡയലോഗ് ഇല്ലാതെ സിറ്റുവേഷൻ തന്നാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിയല്ലേ. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ സെറ്റാണ്. ഈ ഉപ്പുമുളക് സെറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അഭിനയം കൊണ്ട് അത്ഭുതപ്പെടുത്തിയ ആളാരാണ്? ജെന്യൂനായിട്ട് പറഞ്ഞ എനിക്ക് രണ്ടുപേരുടെ അഭിനയം ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് പോകാറുള്ളത് രണ്ടുപേരാണ്, ശ്രീകുമാരേട്ടനും ബാലുച്ചേട്ടനും. ബാലുച്ചേട്ടൻ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുന്ന ടൈം തന്നെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടോണ്ട് എനിക്ക് ഇഷ്ടമാണ് അത് കാണാൻ, അവർ ചെയ്യുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അവർ തമ്മിലുള്ള പെർഫോമൻസ് ഭയങ്കര കോമ്പറ്റീഷൻ വരുന്ന പോലെ തോന്നും. രണ്ടുപേരും ഇങ്ങനെ ചെയ്യുന്ന ഒരുമിച്ച് ഒരു സ്പേസ് കിട്ടി കഴിഞ്ഞാൽ രണ്ടുപേരും ഇങ്ങനെ കോമ്പറ്റ് ചെയ്ത് ചെയ്യും. നല്ല രസമാണ് അത് കാണാൻ. അവരോട് പോയി പറഞ്ഞിട്ടുണ്ടോ എന്ത് രസ ചേട്ടാ നിങ്ങൾ അഭിനയിക്കണം? എനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും എല്ലാവരോടും. ആണോ? അപ്പൊ അവരെന്ത് പറഞ്ഞു? അവർക്ക് ഇതൊക്കെ പൊതുവല്ലല്ലോ, നമുക്കല്ലേ പൊതുവെ ആണ്. ഞാൻ ആക്ച്വലി ഗൗരിയുടെ ഈ കഴുത്തിൽ ഇങ്ങനെ ഒരു മാലയൊക്കെ കിടക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഗൗരി മാരീഡ് ആണെന്ന്. ചെറിയ കുട്ടിയാണ് സത്യത്തിൽ ഗൗരി. ഇത് മനഃപൂർവ്വം ഇട്ടേക്കണാണോ കുട്ടമാവന്റെ ഭാര്യയാക്കാൻ വേണ്ടിയിട്ട്? അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ സംഭവിച്ചു പോയതാണ്. ഇവിടെ വരുന്നതിന് കുറച്ച് ദിവസം മുന്നേ എന്റെ വേറൊരു ചെയിന് പൊട്ടി. അപ്പൊ ഞാൻ അത് മാറ്റിയിട്ട് ഇതെടുത്തു. ഞാൻ ഇവിടെ വന്നപ്പോ എനിക്ക് വേറെ വലിയൊരു ലോക്കറ്റുള്ള ഗോൾഡിൽ നമ്മൾ യൂഷ്വലി അമ്മമാരിടുന്ന പോലത്തെ ചെയിൻ തന്നു. അപ്പൊ 2-3 എപ്പിസോഡിലൊക്കെ ഞാൻ അത് ഇട്ടു. അപ്പൊ ഞാൻ ഡയറക്ടറിനോട് പറഞ്ഞു, ചേട്ടാ ഇത് കണ്ട താരി പോലെ ഇല്ലേ, ഇതിട്ടാ മതിയോ? മതി. അങ്ങനെ ഇതൊക്കെ നേരത്തെ എടുത്തു വെച്ചിരുന്നാണല്ലേ? ഇത് എന്റെ മുന്നേ ഉള്ളതാ. ഇത് ഇവിടെ ഒരു ബന്ധമില്ല. ആണ്. ഇനി ഈ ഉപ്പും മുളകും സീരിയൽ അഭിനയത്തിന് അപ്പുറത്തേക്ക് ഗൗരി ഒരു ഭയങ്കര അഡ്വഞ്ചറസ് റൈഡർ ആണെന്നൊക്കെ ഞാൻ കേട്ടല്ലോ, ഉള്ളതാണോ? റൈഡറൊന്നും ഇല്ല, വണ്ടിയോടിക്ക് ഇഷ്ടമാണ്. വീട്ടിൽ അച്ഛന് ബുള്ളറ്റ് ഉണ്ടായിരുന്നു, അച്ഛൻ പഠിപ്പിച്ചു തന്നില്ല. അപ്പം അച്ഛൻ പഠിപ്പിച്ചു തന്നില്ല, അതുകൊണ്ട് വാശിക്ക് പഠിച്ചു. അത് ശരി. അതെങ്ങനെ പഠിച്ചു കൊടുത്തു? കാരണം ഈ സാധനം ഭയങ്കര വെയിറ്റ് അല്ലേ, ഇതൊക്കെ പിടിക്കാൻ തന്നെ. അത് എന്നെ ചലഞ്ച് ചെയ്താൽ എനിക്ക് ചലഞ്ച് ചെയ്താൽ പഠിക്കാം, ഇനി എന്ത് വന്നാലും ഞാൻ പഠിക്കും. അങ്ങനെയാണ്. എനിക്ക് സ്കൂട്ടി ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പറയുമ്പോ തള്ളെന്ന് പറയും, പക്ഷെ സത്യം പറഞ്ഞാൽ സ്കൂട്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഉറക്കം വരും. അപ്പൊ ഞാൻ വീട്ടില് അച്ഛന്റെ ബുള്ളറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇതുപോലെ എനിക്ക് പഠിപ്പിച്ചു തരുമോ ചോദിച്ചപ്പോ അച്ഛൻ പറഞ്ഞു വേണമെങ്കിൽ സ്വന്തമായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ അങ്ങനെ എന്തായാലും പറഞ്ഞല്ലോ എനിക്ക് പഠിക്കാനുള്ള ഇത്, കാരണം അച്ഛനറിയാം ഞാൻ അങ്ങനെ പറഞ്ഞാലേ പഠിക്കുള്ളൂ. അപ്പൊ അച്ഛൻ പറഞ്ഞു പഠിക്കാൻ. ഞാൻ പഠിച്ചതാ. എങ്ങനെ പഠിച്ചു കൊടുത്തു? അതെ, എന്റെ വീടിന്റെ അടുത്ത് 2 പിള്ളേരുണ്ട്. അപ്പൊ ഞാൻ വണ്ടി എനിക്ക് ഞങ്ങളുടെ വീട് കുറച്ച് സ്ലോപ്പി ആയിട്ടുള്ള ഏരിയയിലാണ്. അപ്പൊ വണ്ടി അങ്ങനെ കയറ്റണം. അപ്പൊ എനിക്ക് ഭയങ്കര പേടി, കാരണം ഇത് പുറകിലോട്ടൊന്ന് മറന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ അറിയട്ടുമല്ലോ. അതുകൊണ്ടാണ്, കാരണം അച്ഛന്റെ പുതിയ വണ്ടിയായിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു വണ്ടിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നിന്നെ അവിടെ ഇട്ട് അടിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് അടുത്ത പിള്ളേര് പിന്നെ ഇടയ്ക്ക് അമ്മേനെയൊക്കെ വിളിക്കും, ഇങ്ങനെ തള്ളിയിട്ട് റോഡിൽ കയറ്റും പഠിക്കുന്നവരെ, ബാലൻസ് ആവുന്നവരെ. എന്നിട്ട് റോഡിൽ കയറ്റിയിട്ട് ഞാൻ അവിടെ പതിയെ ഓടിച്ചു അങ്ങനെ പഠിക്കും. ഒരു പ്രാവശ്യം ഓടിച്ചപ്പോൾ ബസ് വരുന്നതിന് തൊട്ട് മുന്നേ ഞാനിങ്ങനെ വളയ്ക്കുമായിരുന്നു വണ്ടി. അപ്പം ബസ് എത്തി. ആ ചേട്ടൻ എന്തോ നല്ല മനുഷ്യനായതുകൊണ്ട് ചവിട്ടി പറഞ്ഞു, പക്ഷെ ചെറുതായിട്ട് നിലത്ത് വീഴുന്നില്ല. അത് ഞാൻ കാലുകൊണ്ട് ബാലൻസ്, അപ്പൊ കാലിന്റെ ഇവിടെ കുറച്ച് പോയി. അതല്ലാണ്ട് വേറെ ഒന്നും പറ്റില്ല. പക്ഷെ ഇങ്ങനെ അങ്ങനെ പഠിച്ചു. പക്ഷെ ലാസ്റ്റ് ദിവസം ഞാനും അച്ഛനും കൂടി ഒന്ന് തൃപ്പരപ്പ് വരെ വെറുതെ ഒന്ന് പോയി. ഞങ്ങളുടെ വീടിന്റെ അടുത്തുനിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. ആക്ച്വലി ഗൗരിയുടെ വീട് എവിടെയാ? തിരുവനന്തപുരം കാട്ടാക്കടയിൽ. അപ്പൊ എന്റെ വീട് അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകാൻ വേണ്ടി അത്യാവശ്യം ചുമ്മാ ചെറിയ റൈഡാ, അങ്ങനെ പോയിട്ട് വരാം. അപ്പൊ അച്ഛൻ അങ്ങോട്ട് ഓടിച്ചു. ഞാൻ തിരിച്ചു വന്നപ്പോ പറഞ്ഞു അച്ഛൻ എങ്ങനെയെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഓടിക്കാന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ ഞാൻ തിരിച്ചു വന്നപ്പോ ഓടിച്ചു. അപ്പൊ അച്ഛൻ പുറകെ ഇരുന്നു. അന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കൈ തെളിഞ്ഞു, കാരണം കൊറേ ദൂരം ഓടിച്ചല്ലോ. അപ്പൊ കോളേജിലെ ഇങ്ങനെ ബൈക്ക് ഓടിക്കുന്ന പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഹരല്ലേ കോളേജില്? കുറച്ചൊക്കെ ഉണ്ട്, കാരണം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായി, ഫിസ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരിക്ക് ആയിരുന്നു, എനിക്കിതുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരു ബൈക്കത്തോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ പോയി അങ്ങനെയൊക്കെ ഞങ്ങൾ ഓടിക്കുമായിരുന്നു. ആണ്. ശരിക്കും ഗൗരിക്ക് സീരിയലിൽ അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണം, ഒരു ആർട്ടിസ്റ്റ് ആകണം എന്നുള്ളതായിരുന്നോ ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം? അതെ. ആണോ? സീരിയലല്ല, ശരിക്കും ആക്ട് ചെയ്യണം എന്നുള്ളൂ. അത് സിനിമ ചെയ്യണം എന്നാണ് എനിക്ക് അൾട്ടിമേറ്റ് ആഗ്രഹം. അത് തന്നെയാണ്. അത് പണ്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ നമുക്ക് എങ്ങനെ വരണം എന്നറിയില്ലായിരുന്നല്ലോ. ഇത് ആരാ അതിന്റെ ഒരു സ്പാർക്ക് ഇട്ട് തന്നത്? അച്ഛനാണ്. അച്ഛനിങ്ങനെ ഭയങ്കരമായിട്ടും സിനിമ അഡിക്റ്റ് ആണ്. ശരിക്കും നമ്മൾ ഒരു സാധനം, എന്റെ അച്ഛൻ എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ സിനിമ, TV ആണ്. പിന്നെ ഇപ്പൊ കുറച്ച് നാളായിട്ട് ഫോണും കൂടി അഡിക്ഷൻ. ഫേസ്ബുക്ക്, വീഡിയോ, അങ്ങനെ വീഡിയോസ് കാണുന്നു, വേറെ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ അച്ഛൻ ഇങ്ങനെ സിനിമ കാണുകയാണെങ്കിൽ ചുറ്റും നടക്കാൻ ഒന്നും അറിയത്തില്ല. ലിറ്ററലി അതാ സംഭവം. എന്റെ അമ്മയ്ക്ക് ഓപ്പറേഷൻ ആണ്, സർജറി ആണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം സർജറി ആണ്. അപ്പൊ അച്ഛൻ ഇങ്ങനെ സിനിമ കണ്ടോണ്ടിരിക്കുക. അപ്പൊ അമ്മ ഇങ്ങനെ സർജറിയുടെ കഥയൊക്കെ പറയുന്നു. നാളെ അച്ഛൻ
ചേട്ടാ എനിക്ക് പേടിയാണ്, ഇങ്ങനത്തെ പരിപാടി പറഞ്ഞെടുക്കുന്നത്. അച്ഛൻ ഇതൊന്നും അറിയുന്നത് സിനിമ തീർന്നതിന് ശേഷം അമ്മയോട് ചോദിക്കുന്നത് നീ ഇത്ര നേരം എന്താ പറഞ്ഞത്. അങ്ങനെ അത്രയ്ക്ക് അഡിക്റ്റ് ആണ് അച്ഛൻ. വേറൊരു സംഭവം ഉണ്ടായി ഇതുപോലെ. ഞാനും അച്ഛനും കൂടി ഒരു പടത്തിന് തിയേറ്ററിൽ പോയി. അപ്പൊ തിയേറ്ററിൽ പോയിട്ട് എന്റെ വല്യച്ഛൻ, അച്ഛന്റെ കസിൻ മരിച്ചു. കോമഡി സംഭവം. എല്ലാരും വിളിച്ചു പറഞ്ഞു, കുറെ വർഷമായിട്ടോ വിളിച്ചു പറഞ്ഞു ഇതുപോലെ മരിച്ചു. എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞേ സിനിമ ഇപ്പൊ കഴിയും, എന്നിട്ട് നമുക്ക് തിയേറ്ററിലാണെന്ന് ആരോടും പറയണ്ട പറഞ്ഞു. പിന്നെ എനിക്ക് എക്സാം, പബ്ലിക് എക്സാമിന് ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു തീരുമാനം വീട്ടിലേക്ക്. പക്ഷെ പബ്ലിക് എക്സാമിന്റെ തലേദിവസം എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു കുറച്ച് റെസ്റ്റ് വേണ്ടേ, റിലാക്സേഷൻ വേണം, നമുക്ക് എക്സാം നാളെ എഴുതാം, ഇന്ന് നമുക്ക് സിനിമ ആണ്. എനിക്ക് ഒപ്പം കാണാൻ പോയത് അങ്ങനെ. അടുത്ത ദിവസം എന്റെ പബ്ലിക് എക്സാം, ബോർഡ് എക്സാം ആണ്. തലേദിവസം ഞാൻ പറഞ്ഞു അച്ഛൻ വരുന്നില്ല, പഠിക്കാറുണ്ട്. ഞാൻ കുറച്ച് സ്റ്റുഡിയോസ് ആയിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, കുറച്ച് റിലാക്സ് ആവണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് അഡിക്റ്റഡ് ആയിട്ടുള്ള. പിന്നെ മകൾ അങ്ങനെ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നും ഇല്ല അല്ലേ. ഇതിനിടയ്ക്ക് എപ്പോഴേക്കോ UPSC മോഹങ്ങളുണ്ടായി, സിവിൽ സർവീസ് എഴുതി കളക്ടർ ആവണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അതെങ്ങനെയാ? അപ്പൊ ഇത് രണ്ട് എൻ്റയർലി ഡിഫറെന്റ് മേഖലകളാണല്ലോ സിനിമയും ഈ സിവിൽ സർവീസ് എന്ന് പറയുന്നത്. അതും അച്ഛനെ പറഞ്ഞു. അച്ഛൻ എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റുമോ അതെല്ലാം അച്ഛൻ എന്നോട് പറയും. പക്ഷെ അച്ഛൻ എന്തെങ്കിലും ആവണം എന്ന് എന്നോട് പറഞ്ഞിട്ടില്ലെങ്കിൽ സിവിൽ സർവൻറ്റ് ആകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് പറ്റുമെങ്കിൽ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ട്രൈ കൊടുത്തു. പിന്നെ അപ്പൊ നമുക്ക് മനസ്സിലായി ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ എന്ന് മനസ്സിലാക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ. അത് കഴിഞ്ഞപ്പോ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ ആണെങ്കിൽ ഇനി എന്തെങ്കിലും എഴുതാം, പക്ഷെ ഇപ്പൊ എനിക്ക് ഇത് ചെയ്യണം എന്നാണ് കൂടുതൽ ആഗ്രഹം. അപ്പൊ എനിക്കൊരു അവരൊരു വർഷം ടൈം തന്നു. ഒരു വർഷം നമ്മൾ പഠിക്കാനായിട്ട് എടുത്തു. സിവിൽ സർവീസ് പഠിക്കാൻ ഒരു വർഷം എടുത്തു. അത് ഞാൻ സെൽഫ് സ്റ്റഡി ആയിരുന്നു. അപ്പൊ കുറച്ച് ഞാൻ ഭയങ്കര സോഷ്യലാണ്, പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇങ്ങനെ ഫുൾ ടൈം സ്റ്റഡീസ് മാത്രമായിട്ടൊന്ന്. കാരണം സ്കൂളിൽ ആയ സമയത്ത് കുറെ എക്സ്ട്രാ കരിക്കുലേഴ്സ് ഉണ്ട്, പിന്നെ ഫ്രണ്ട്സ് ഉണ്ട്, നമ്മൾ കുറച്ച് സോഷ്യൽ ആയിരിക്കുമല്ലോ. ഇതിപ്പോ അങ്ങനെയല്ല. വീട്ടിൽ ഞാനും പിന്നെ കുറച്ചു നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്യും, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തുപോലെ എനിക്ക് ഡിപ്രഷൻ പോലെയൊക്കെ അവസാനമൊക്കെ ആയപ്പോ പറഞ്ഞാൽ സെക്കൻഡ് പേപ്പറിൽ കുറച്ച് മാർക്ക് പറഞ്ഞപ്പോ ഞാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ചെറുതായിട്ടൊക്കെ സന്തോഷിച്ചു. അത് കഴിഞ്ഞ് ഇനി എന്നാലും എഴുതാം, എനിക്കറിയില്ല, ഡിസിഷൻ അല്ലേ മാറാം. പക്ഷെ കറന്റ്ലി ഇപ്പൊ അങ്ങനെ ഒരു ഇതില്ല. ഞാൻ വായിക്കാറുണ്ട് ഇപ്പോഴും, പക്ഷെ ഇപ്പൊ എന്തായാലും ഉടനെ ഞാൻ എഴുതത്തില്ല. സാധാരണ ഈ പരീക്ഷയ്ക്കൊക്കെ നമ്മൾക്ക് ഒരുപാട് പേപ്പർ വായിക്കണം, ഒരുപാട് ഭയങ്കരമായിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഹാർഡ് വർക്കുകളൊക്കെ എടുത്തിരുന്നു? ഹാർഡ് വർക്ക് 18 hours ഒക്കെ ഒരു ദിവസം പഠിക്കൂലേ, അതൊക്കെ കുറെ സമയം ഇരുന്ന് പഠിക്കുമായിരുന്നു. കാരണം ഞാൻ സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങുന്നത്. ഞാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണ്, എനിക്ക് ഹ്യൂമാനിറ്റീസ് അത് പരിപാടി ഒന്നും അറിയത്തില്ല. ഭയങ്കര സ്ക്രാച്ചിൽ നിന്ന് തുടങ്ങിയ ആളാണ്. അപ്പൊ ആദ്യത്തെ സമയമൊക്കെ ഞാൻ ന്യൂസ് പേപ്പർ വായിക്കാൻ തന്നെ, ന്യൂസ് പേപ്പർ നമ്മൾ നോർമൽ റീഡിംഗ് അല്ലല്ലോ, UPSC ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ആദ്യം അതിലുള്ള സംഭവങ്ങൾ മനസ്സിലാക്കാൻ തന്നെ ഞാൻ ഒരു ദിവസം 4 മണിക്കൂറൊക്കെ ന്യൂസ് പേപ്പർ ഇന്ന് വായിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്യണമായിരുന്നു. അപ്പൊ പക്ഷെ രസമായിരുന്നു പരിപാടി, കാരണം പുതിയ പുതിയ നോളജ്, അറിഞ്ഞൂടാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും അങ്ങനെയൊക്കെ. ഏതെങ്കിലും ഒരു കാലത്ത് IAS IPS IFS ഒക്കെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ? എന്തായാലും ആ ജോലിയിൽ കയറത്തില്ല, എക്സാം എഴുതി പാസ്സാവണം എന്നുള്ളൊരു ഇതുണ്ട്, ആഗ്രഹമുണ്ട് അല്ലെ. അച്ഛൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ, ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ അച്ഛൻ സ്വാധീനിച്ചിട്ടുണ്ട്. വണ്ടി ഓടിക്കാൻ പഠിച്ചത്, സിവിൽ സർവീസ്, സിനിമ, ഇങ്ങനൊക്കെ പറഞ്ഞില്ലേ. അമ്മയുടെ സ്വാധീനം എവിടേക്കായിരുന്നു? അമ്മ ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം ആണ് ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ ഞാൻ ലൈക്ക് ഒരുപാട് ആർഗ്യുമെന്റ് ഒക്കെ ഉള്ള, എനിക്കും അച്ഛനും ഒരുപാട് എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ടും. കാരണം എനിക്ക് ഭയങ്കര കംഫർട്ട് സോൺ ആണ്. എനിക്ക് എന്തായാലും എതിർത്ത് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതൊക്കെ അച്ഛനടുത്താണ്. എന്റെ അഭിപ്രായങ്ങൾ കുറച്ച് ഇപ്പൊ അംഗീകരിക്കില്ല, പക്ഷെ 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ ചിലപ്പോൾ ശരിയാണെന്ന് തോന്നി ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് അച്ഛൻ. അപ്പോൾ അച്ഛൻ, അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഭയങ്കര സപ്പോർട്ട് സിസ്റ്റമാണ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ അമ്മ എനിക്കിത് വേണം എന്ന് പറഞ്ഞാൽ അമ്മ കൂടെ നിൽക്കും. ഈ ഉപ്പുമുളകിലേക്കൊക്കെ വന്ന മകളുടെ അഭിനയമൊക്കെ കണ്ടിട്ട് അമ്മയും അച്ഛനും പറഞ്ഞ നമ്മളുടെ മനസ്സിൽ തൊടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അവർക്ക് ലൈക്ക് അവരിങ്ങനെ പുറത്തു പോകുമ്പോൾ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമല്ലോ അത് അവരോട് പറയും. അപ്പൊ അവർക്ക്, കാരണം എൻ്റെ ഫാമിലിയിൽ എൻ്റെ പാരൻസ് അല്ലാതെ ബാക്കിയുള്ളവർക്കൊന്നും ഈ സിനിമ ഇതൊന്നും വലിയ സംഭവമല്ല എന്ന് പറഞ്ഞില്ല. അവരിത് എന്തുവാ ആദ്യമേ ഡാൻസ്, ഇപ്പൊ ഇങ്ങനെ ആക്ടിങ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അങ്ങനെയൊക്കെ ഇതൊക്കെ വന്ന് എല്ലാവരും വന്ന് നല്ലത് പറയുമ്പോൾ അവർക്ക് അവർ ഭയങ്കര പ്രൗഡ് പോലെ എനിക്ക് ഫീൽ ചെയ്യും. എന്നോട് പറയില്ലെങ്കിലും അതെനിക്ക് ഫീൽ ചെയ്യും. ഒരാളെ കാണുമ്പോൾ മനസ്സിലാവല്ലോ. അച്ഛനിങ്ങനെ ഒരു ചിരിയിൽ ഒതുക്കുന്ന ആളാണ്. എനിക്കത് കാണുമ്പോൾ ഒരു പ്രൗഡ് ഫീൽ എനിക്കത് തോന്നും. അപ്പോൾ നമ്മള് എന്റെ ആഗ്രഹങ്ങളും എന്റെ സ്വപ്നങ്ങളും അവർക്കാണ് കൂടുതൽ. ഞാൻ അവരുടെ ഒരുപാട് ഷെയർ, എന്റെ അമ്മയുടെ അടുത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ കിടക്കുമ്പോൾ പറയാം അമ്മ എനിക്ക് ഇങ്ങനെ ചെയ്യണം. സിനിമേനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അമ്മയുടെ ഞാൻ ചെറുതായിരുന്നു. കാരണം എന്റെ വീട്ടിൽ ആർക്കും ഇത്രയ്ക്ക് അതിനോടൊരു ആഗ്രഹമില്ല. ആക്ടിങ് എനിക്ക് പാഷനാണ്. എനിക്ക് ഡാൻസ് ആണോ ആക്ടിങ് ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആക്ടിങ് എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു ഫീൽഡാണ്. അപ്പൊ ചില ദിവസമൊക്കെ ഞാൻ രാത്രി നിന്ന് കരയും, അമ്മ എനിക്ക് അഭിനയിക്കണം, എനിക്ക് ചാൻസ് കിട്ടുന്നില്ലല്ലോ, എങ്ങനെയാ പോകുന്നതെന്നൊക്കെ പറഞ്ഞെന്ന് കരയും. അപ്പം അമ്മ പറയും എന്തെങ്കിലും
കിട്ടും, നിനക്ക് ഇതാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അച്ഛനും അമ്മയും അതാ പറയുന്നത്. പക്ഷെ ഞാൻ ഇന്നിങ്ങനെ കരയും. എത്ര ദിവസം കരഞ്ഞിട്ടുണ്ടെന്ന് പറയും. അപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് എത്താൻ വേണ്ടി നമ്മളിങ്ങനെ വർക്ക് ചെയ്ത് ആദ്യത്തെ ഒരു ചവിട്ടുപടിയാണല്ലേ. ആണ്. ഈ ഉപ്പുമുളകും എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഭയങ്കരമായ മാറ്റം ഉണ്ടാക്കിയോ? അതായത് ഇപ്പം മാസത്തിൽ 20 ദിവസം ഷൂട്ടാണ്, 20 ദിവസവും തിരക്കാണ്, അങ്ങനെയുള്ള മറ്റേ മൊത്തം ഷെഡ്യൂളുകൾ തകിടം മറിഞ്ഞോ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ബിസി ആയിരിക്കാൻ ഭയങ്കര ഇഷ്ടം. അല്ലാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അയ്യോ ഞാൻ ഒന്നും ചെയ്യുന്നില്ലല്ലോ അങ്ങനെ ഒരു ഫീൽ വരും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഷെഡ്യൂൾ വലിയ സീനില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്തും എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പോൾ മോർണിംഗ് ഞാൻ റീലിന് വേണ്ടി ഡാൻസ് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പരിപാടിക്ക് പോകും. എനിക്ക് ഉറങ്ങാനൊക്കെ സമയം ഭയങ്കര കുറവായിരുന്നു. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങുന്നുണ്ട്. അപ്പം ഞാൻ 2 hours ഒക്കെ ഉറങ്ങുന്നുള്ളൂ. ഇപ്പം റീലൊക്കെ ഷൂട്ട് ചെയ്യുന്ന അങ്ങനെ ഇടയ്ക്ക് എനിക്ക് ഫുള്ള് കിളി പോയ അവസ്ഥയായിരുന്നു. എനിക്ക് പറഞ്ഞാൽ ഇത് കേട്ട് എന്റെ കിളി പോയി. 2 മണിക്കൂറൊക്കെ ഒരു മനുഷ്യന് ഒക്കെ വന്നു തുടങ്ങി. കാരണം അന്ന് ഉറക്കം ശരിയല്ല. ഞാൻ നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നു, അടുത്ത ദിവസം രാവിലെ ഒന്ന് റീൽസ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു, അങ്ങനെയൊക്കെ ആയിട്ട് ഷെഡ്യൂൾ ഫുൾ ഇങ്ങനെ ആയി. ഇപ്പൊ എനിക്ക് അത്യാവശ്യം ഉറങ്ങാനൊക്കെ പറ്റുന്നു. അപ്പൊ ഇതിനിടയിൽ എവിടെയാണ് സിനിമയ്ക്ക് ഇനി പോവാൻ സമയം ഉണ്ടാവോ? ഇങ്ങനെയുള്ള ഒരു ടെൻഷൻ ഉള്ളിൽ വരുന്നുണ്ടോ? അതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വന്നപ്പോ ഫസ്റ്റ് ചോദിച്ച എല്ലാവർക്കും കിട്ടുമ്പോ ഒരു എക്സൈറ്റ്മെന്റ് അല്ലേ കിട്ടിയത്. ഞാൻ ആദ്യം ചോദിച്ചു ചേട്ടാ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ എന്നാ. എനിക്കറിയില്ല, കാരണം എന്റെ വീട്ടുകാർക്ക് ഇതിനെ പറ്റി വലിയ ഇതില്ല. എനിക്കറിയാന്നുള്ളവർക്കും എനിക്ക് അങ്ങനെ ഒരു സർക്കിൾ ഇല്ല. വളരെ കുറച്ച് ഇപ്പൊ എനിക്ക് കുറച്ച് പേരൊക്കെ കോണ്ടാക്ട്സ് ഉണ്ട്, അല്ലാതെ മുന്നേ അങ്ങനെ ഇല്ല. അപ്പൊ എനിക്ക് അറിയാവുന്നവരെല്ലാം വിളിച്ചു ചോദിക്കാൻ ഞാൻ നമ്മളിതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ഇത് സിറ്റ്കോം സീരിയൽ അല്ലേ, ഒരുപാട് വർഷം പോകുന്നതാണ്. എഗ്രിമെന്റ് ഉണ്ട്, ഞാൻ പുറത്ത് കേട്ടിട്ടുണ്ട്. എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ റൈറ്ററായിട്ടൊക്കെ ചെന്ന് ചോദിച്ചു ചേട്ടാ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ? ചേട്ടാ നിനക്ക് ആദ്യം ഇതാദ്യം ചെയ്യും, ഇതിന്റെ സിനിമ ചേട്ടാ എന്തായാലും. അപ്പൊ ചേട്ടാ പറയാ ഞാനല്ലേ ഉള്ളത്, നിനക്ക് ചെയ്യാം, പേടിക്കണ്ട. ഇവിടെ എല്ലാവരും ബാലു ചേട്ടൻ നീൽ ചേച്ചി എല്ലാവരും സിനിമ ചെയ്യുമല്ലേ, അപ്പൊ അങ്ങനെ വെറൈസ് ഒന്നും വേണ്ട, നമുക്ക് ചെയ്യാന്ന്. 2 കുഞ്ഞാൾക്കാരുണ്ടല്ലോ സിനിമയിൽ, അല്ലെ നമ്മുടെ സിറ്റ്കോമില്. ഇവരൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയാണോ? അവരുടെ മനസ്സാണോ അതോ മുതിർന്ന ആൾക്കാരുടെ മനസ്സാണോ? എന്താണ് യഥാർത്ഥ ഗൗരിയുടെ മനസ്സ്? എന്റെ മനസ്സാണ്. അതൊരു നല്ല മറുപടിയാണോ? എനിക്ക് എല്ലാവരോടും കളിക്കാൻ ഇഷ്ടമാണ്. പിള്ളേരോട് കളിക്കാൻ ഇഷ്ടമാണ്, ലച്ചുവിനോട് കളിക്കാൻ ഇഷ്ടം, എല്ലാവരോടും കളിക്കാൻ ഇഷ്ടമാണ്. അവിടെ അങ്ങനെ ആരും ഭയങ്കര സീരിയസ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ റൈറ്ററായിട്ടും ഭയങ്കര കമ്പനിയാണ്. പുള്ളിക്കാരന് ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാളും ചെറിയതുപോലെയാണ് ചില സമയം ബിഹേവ് ചെയ്യുന്നത്. പിള്ളേർ അടിപൊളിയാണ്. പിന്നെ എനിക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം പിള്ളേരെ. ഞാൻ അങ്ങോട്ടാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കല്ലു, നന്ദൂട്ടി റിയൽ നെയിം, ആ കുട്ടി, പിന്നെ പാറുവിനെ ഇന്നും കൂടി ഞാൻ ഇറിറ്റേറ്റ് ചെയ്ത് വന്നതേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എനിക്ക് ഇറിറ്റേറ്റ് ചെയ്യണം. ഇന്ന് അവിടെ ഒരു ചെയർ ഉണ്ടായി, വലിയൊരു ചെയർ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കതിൽ ആദ്യം ഇരിക്കണം പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു അവർക്ക് ആദ്യം ഇരിക്കണം പറഞ്ഞു. ഞാൻ അടി ഉണ്ടാക്കി ഞാൻ കയറിയതാ, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഉണ്ടായതുകൊണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ് ആ പരിപാടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി മനസ്സാരുടെയാണെന്ന് കേട്ടോ. ഇനി എന്റെ ഉള്ളിലുള്ള ഒരു ഭയങ്കര മോഹം എന്താ? പറയൂല. അതെന്താടാ? എനിക്കറിയാം സിനിമ, അതല്ലേ മോഹം. അല്ല നമുക്ക് ഇല്ല. ഞാൻ ഒന്നാമത്തെ കാര്യം ഇത് ടെലികാസ്റ്റ് ആകുമ്പോ ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാരും പറയും ഓ അവിടെ തള്ളുന്നു പറയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇത് ഈ പറയുന്ന നമുക്ക് ഭയങ്കര ആഗ്രഹമുള്ള കാര്യം പുറത്ത് പറഞ്ഞത് നടക്കൂല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് കറക്റ്റ് ആട്ടോ, ഞാനും പറയൂല. എന്നാലും ഇനി വേറൊരു ഇമാജിനറി മോഹം ചോദിക്കട്ടെ. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് ആഗ്രഹിച്ചാൽ ആരായിരിക്കും? ലാലേട്ടൻ. ഞാൻ വേറെ ഒന്നും പറയില്ല. കാരണം ഞാൻ പറയട്ടെ, എനിക്കൊരു സിനിമ അഭിനയിക്കണം എന്ന് എനിക്ക് ഉള്ളിലൊരു മോഹം വന്നത് ലാലേട്ടന്റെ അഭിനയം കണ്ടിട്ടാണ്. പുള്ളിക്കാരന്റെ തന്മാത്രയാണ് ശരിക്കും എനിക്ക് ഓർമ്മയുള്ളത്. ആദ്യം ഞാൻ കാണുന്ന പടം പുള്ളിക്കാരന്റെ തന്മാത്രയാണ് ഞാൻ കാണുന്ന പടം. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന്റെ പഴയ പടങ്ങളും പുതിയ പടങ്ങളും ഒക്കെ ഞാൻ ഇന്ന് കാണാൻ തുടങ്ങി. തന്മാത്രയൊക്കെ പടം ചെയ്ത് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് റീവാച്ച് ചെയ്തിട്ടുള്ള കുറച്ച് പടങ്ങളിലൊന്നാണ് തന്മാത്ര. അപ്പം ലാലേട്ടനെ കണ്ടിട്ടാണ് സിനിമ സ്നേഹിക്കണം. അപ്പൊ അതുകൊണ്ട് ലാലേട്ടന്റെ ഒരു വികാരമാണല്ലേ. എനിക്ക് ഒരു തവണ എങ്കിലും പുള്ളിയുടെ കൂടെ ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അത് ചെറിയ വശമൊന്നുമില്ല, വെറുതെ ഒന്നൊരു സ്ക്രീനിൽ ഒന്ന് ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. ആണ്. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം ഗുവിന്റെ ഡബിങ്ങിന്റെ സമയത്ത് എല്ലാവരും പുള്ളിക്കാരന്റെ എവിടെയായിരുന്നു ഡബിങ് ആയിരുന്നു, അവിടെയായിരുന്നു ഡബിങ്, ലാലേട്ടന്റെ സ്റ്റുഡിയോയിലായിരുന്നു. എനിക്ക് മാത്രം അന്ന് പോകാൻ പറ്റിയില്ല. അവര് ബാക്കി എല്ലാവരും ക്രൂ മെമ്പേഴ്സ് ഫുൾ കണ്ടു, എല്ലാവരും കണ്ടു. അവരെല്ലാവരും ഫോട്ടോ എടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു ലാലേട്ടൻ അവര് ഞാൻ പറഞ്ഞു എന്നെ പറഞ്ഞ സമയമില്ല, അവര് ഫോട്ടോയിൽ എടുത്തോളൂ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യും. സ്വയം പറഞ്ഞ സമാധാനം സ്ക്രീൻ
അറിയും. പിന്നെ മണിപിള്ള സാറിന്റെ മോൻ പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നാലും എനിക്ക് മാത്രം കാണാൻ പറ്റിയില്ലല്ലോ. ചേട്ടൻ പറഞ്ഞു അവസരം ഉണ്ടല്ലോ. ആണ്. അപ്പൊ എന്തായാലും ഒരുപാട് മോഹങ്ങൾ മനസ്സിലുണ്ട്, എന്തോ വലിയ വലിയ ആഗ്രഹമൊക്കെ ഉണ്ട്, പുറത്ത് പറയില്ലാത്തൊരു കുട്ടിയാണ്. വലിയ ചെറിയ ആഗ്രഹം, പക്ഷെ അത് നടക്കട്ടെ. നടന്നതിന് ശേഷം നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും, അല്ലെങ്കിൽ പുതിയൊരു സിനിമ ഇറങ്ങിയതിന് ശേഷം നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. അതുവരെ ഗൗരിയുടെ ഉപ്പും മുളകും, അതുപോലെ പുതിയ ഇനി ഇറങ്ങാനിരിക്കുന്ന സിനിമയും ഇനി വരാനിരിക്കുന്ന സിനിമകളും എല്ലാം ഗംഭീരമാകട്ടെ. മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു നായികയാണ്, അല്ലെങ്കിൽ ഒരു താരമാണ്. അപ്പൊ ആ സ്നേഹം കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ് ഗൗരി. താങ്ക് യു സോ മച്ച്. ഇനി ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷനായി ടെൻഷൻ അടിക്കേണ്ട. SMET, the complete solution for your educational enquiries.